പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് കെ.പി.സി.സി. രാജി സമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കൊടുങ്ങല്ലൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനാണ് പിടിയിലായത്. നമസ്കാരം, TCB ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് കെ.പി.സി.സി. എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് കെ.പി.സി.സി. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ആവശ്യപ്പെട്ടു. കെ.പി.സി.സിയുടെ നിലപാട് AICC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി കെ.പി.സി.സിയിൽ ആശങ്ക. ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക കെ.പി.സി.സിക്കുണ്ട്. BJPക്ക് വൻ മുന്നേറ്റമുള്ള പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്യുമെന്ന ആശങ്കയാണ് കെ.പി.സി.സിക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കണമെന്ന് INTUC യുവജന വിഭാഗമായ യങ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കാർത്തിക് ശശി ആവശ്യപ്പെട്ടു. തൃശൂരിൽ നടന്ന യൂണിയൻ സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയൽ പൊളിറ്റിക്സിൽ അല്ല, റിയൽ പൊളിറ്റിക്സ് ആണ് വേണ്ടത്. രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് അധികാര യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യങ് വർക്കേഴ്സ് യൂണിയൻ എല്ലാ ജില്ലകളിലും യാത്രകൾ നടത്തുമെന്നും കാർത്തിക് ശശി അറിയിച്ചു. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് ശാക്തീകരിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യരെ രക്തസാക്ഷികളാക്കി ഉണ്ടാക്കിയെടുത്ത തൊഴിൽ നിയമങ്ങളെ ഇല്ലാതാക്കുവാനുള്ള നടപടികളുമായിട്ട് കേന്ദ്ര സർക്കാർ പോകുമ്പോൾ മറുവശത്ത് സംസ്ഥാന സർക്കാർ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ 78ഉം 156 ദിവസവുമായി 6 മാസവും 1 വർഷവുമായി തൊഴിൽ കൊടുക്കാത്തതുകൊണ്ട് കൊല്ലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കശുവണ്ടി തൊഴിലാളികൾ വലിയ ശക്തിയായിട്ടുള്ള പ്രതിസന്ധിയിലാണ്. ESIയുടെ പരിരക്ഷയുടെ പുറത്ത് അവർ നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ വെല്ലുവിളി, കടൽ മണൽ ഖനനം ഉൾപ്പെടെയുള്ള വലിയ വെല്ലുവിളികളുമായിട്ട് കേന്ദ്ര സർക്കാർ കടന്നു വരുന്നു. അപ്പോൾ മത്സ്യത്തൊഴിലാളി മേഖലയിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ തൊഴിലാളി സംഘടന എന്ന നിലയിൽ INTUC ഇടപെടണം എന്നുള്ള ബോധ്യത്തിൽ കൗൺസിൽ ആഴക്കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കണ്ടെയ്നർ മറിഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഇപ്പോഴും ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോഴും മത്സ്യത്തൊഴിലാളികൾ വിളിക്കുകയാണ്. അപ്പോൾ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ അതിൽ കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം കൂടി, കണ്ടെയ്നറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കക്ഷി ചേരാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിരിക്കുന്ന വിവരം കൂടി ഈ കമ്മിറ്റിയെ അറിയിക്കുകയാണ്. തുടങ്ങിയവരും സംബന്ധിച്ചു. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ കൊല്ലേരി അഷ്റഫിന്റെ പശുക്കുട്ടിയെയാണ് പുലി പിടിച്ചത്. പാടിയോട് ചേർന്ന് കെട്ടിയിട്ട പശുക്കുട്ടിയെ പുലി ആക്രമിക്കുകയായിരുന്നു. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. പശുക്കളുടെ കരച്ചിൽ കേട്ടെത്തിയപ്പോഴേക്കും പുലി സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് പോയതായി വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഒരാഴ്ചക്കിടെ 2ാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത്. 2 ദിവസം മുൻപ് ചിമ്മിനി ഡാം റോഡിൽ ചീനിക്കുന്ന് ഭാഗത്ത് പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ നിരന്തരം പുലി ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റാപ്പർ വേടനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഹിരൺദാസ് മുരളി എന്ന വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞിരുന്നു. പീഡനക്കേസിൽ വേടനെതിരെ സമാനമായ പരാതികൾ ഉണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് പശ്ചിമബംഗാൾ സ്വദേശി ഗൗതം സർക്കാരിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1 കിലോ 100 ഗ്രാം കഞ്ചാവ് പിടികൂടി. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇടവേള.
റോബോ നന്ദിര ടി മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ നിലമ്പൂർ മെമു ട്രെയിന് പച്ചക്കൊടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. വി.കെ. ശ്രീകണ്ഠൻ MP, മമ്മിക്കുട്ടി MLA, മുനിസിപ്പൽ ചെയർമാൻ MK ജയപ്രകാശ് തുടങ്ങിയവരും സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം നമ്മുടെ സമയനഷ്ടം ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് കുതിക്കുന്ന വേഗത്തിൽ ഇന്നും റെയിൽവേ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമാണ് ട്രെയിനിലെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല, വളരെ ചുരുങ്ങിയ സമയമുള്ളൂ. ട്രെയിൻ പുറപ്പെടണം, നമ്മുടെ മന്ത്രിക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തണം. ഒരു കാര്യം, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി മറ്റെല്ലാ ചിന്തകൾക്കും അതീതമായി തൃശൂരിൽ ലുലു മാൾ വരാൻ വൈകുന്നതിന് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി. ചിയാരത്ത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണ്. 3000 പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രോജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസെത്തിയത്. ഇപ്പോഴും ആ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ്. 2.5 വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണ്. ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് MA യൂസഫ് അലി പറഞ്ഞു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ എണ്ണപ്പന റോഡിലേക്ക് മറിച്ചിട്ടു. എറണാകുളം ജില്ലയിലെ പറയാൻപാറ പാലത്തിനു സമീപം ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഇതിനെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് പ്ലാന്റേഷൻ തൊഴിലാളികളെത്തി എണ്ണപ്പന മുറിച്ചുമാറ്റി. ദേശീയപാത 66ന്റെയും കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുകയും റോഡ് നിർമ്മാണം മൂലം യാത്രികർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും കൊടുങ്ങല്ലൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റോഡുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നും മെർച്ചന്റ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു. ദേശീയപാത 66ന്റെ കൊടുങ്ങല്ലൂർ റീച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ റോഡ് കൃത്യമായി ടാർ ചെയ്യാതെയും ഡിവൈഡറുകളും സൈൻ ബോർഡുകളും സ്ഥാപിക്കാതെയും അപകടകരമായ രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ അപകട ഭീതിയോടെയാണ് സഞ്ചാരം. സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ, സെക്രട്ടറി TK ഷാജി, KJ ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അകലാട് ബദർപള്ളിക്കു സമീപം ദേശീയപാതയിൽ പാലം പണി നടക്കുന്നിടത്ത് വലിയ സ്ലാബ് വീണു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഇന്ന് രാവിലെയാണ് സംഭവം. അപ്രോച്ച് റോഡിന്റെ വശത്തെ സ്ലാബ് പണി നടക്കുന്നതിനിടയിൽ സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന സർവീസ് റോഡാണിത്. ബൈക്ക് കടന്നുപോയ ഉടനെയാണ് സ്ലാബ് വീണത്. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. പിന്നീട് സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. വേണ്ടത്ര സുരക്ഷയില്ലാതെയാണ് ദേശീയപാതയിലെ പണികൾ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നേരത്തെ എടക്കഴിയൂരിൽ സമാന രീതിയിൽ സ്ലാബ് വീണിരുന്നു. കല്ലൂരിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം. പാലക്കപ്പറമ്പ് പാറക്കാട് കനാൽ വളവിന് സമീപമാണ് പിക്കപ്പ് മറിഞ്ഞത്. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ വീട്ടുമതിൽ തകർന്നു. കർണാടകയിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന വാനാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. വർഗീസിന്റെ വീട്ടുമതിലിൽ ഇടിച്ചാണ് വാൻ മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മതിൽ ഭാഗികമായി തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 2ാം തവണയാണ് അപകടത്തിൽ വർഗീസിന്റെ വീട്ടുമതിൽ തകരുന്നത്.
പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കത്തിക്കുത്തും അറസ്റ്റും. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് കാരയിലാണ് സംഭവം. അയൽവാസികളായ നീലങ്കാവിൽ വീട്ടിൽ സെബാസ്റ്റ്യനും തൊടാത്ര വീട്ടിൽ ജിബിനും തമ്മിൽ ചെറിയൊരു തർക്കം. സെബാസ്റ്റ്യൻ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. ജിബിന്റെ വീട്ടിൽ വളർത്തുനായയുമുണ്ട്. ജിബിന്റെ നായയുടെ മുന്നിലൂടെ സെബാസ്റ്റ്യൻ പൂച്ചയെ കൊണ്ടുപോയതാണ് പ്രശ്നമായത്. പൂച്ചയെ കണ്ടതോടെ നായ കുരച്ചു ചാടി. ഇതോടെ സെബാസ്റ്റ്യനോട് നായയുടെ അടുത്തേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ പറഞ്ഞു. ഇതാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സെബാസ്റ്റ്യന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ജിബിൻ ചികിത്സ തേടി. പ്രതിയായ സെബാസ്റ്റ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ BK അരുൺ, SI-മാരായ KG സജിൽ, CPO-മാരായ വിഷ്ണു, ഗോപേഷ്, വിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച കുമരനെല്ലൂർ ദേശത്തിന്റെ പൂരം സ്മരണിക കാളിചക്രയുടെ പ്രകാശന കർമ്മം നടന്നു. ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നദ്ധിയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കുമരനെല്ലൂർ ദേശം രക്ഷാധികാരി ഡോക്ടർ PS മോഹൻദാസ്, വർക്കിംഗ് പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V. സുരേഷ് കുമാർ, ഉത്രാളിക്കാവ് ദേവസ്വം ഓഫീസർ PV ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മായന്നൂർ പാലത്തിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം. കൊണ്ടാഴി പഞ്ചായത്തും ഒറ്റപ്പാലം നഗരസഭയുമാണ് തെരുവുവിളക്കുകൾ പരിപാലിക്കേണ്ടത്. എന്നാൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഇപ്പോൾ മാസങ്ങളായി രണ്ട് സൈഡിലുമുള്ള തെരുവുവിളക്ക് കത്തുന്നില്ല. രാത്രികാലങ്ങളിൽ മയക്കുമരുന്നിന്റെ വിൽപ്പനയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഭരണസമിതി സ്ഥാപിച്ചതായിരുന്ന ആ ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിട്ടും വർഷങ്ങളായി. ഇതെല്ലാം പലതവണ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിൽ തികഞ്ഞ അവഗണനയാണ് പഞ്ചായത്തിന്റെ മെമ്പർമാരായാലും ഉദ്യോഗസ്ഥരായാലും അതിനോട് കാണിക്കുന്നത്. ഇപ്പം മായന്നൂർ പാലത്തിൽ രണ്ട് സൈഡിലും കത്തുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന ഒരു സൈഡിൽ ഒട്ടും കുറെ കാലങ്ങളായിട്ട് കത്തുന്നില്ല. മിനിമാസ്റ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ ഉൾപ്രദേശങ്ങളിലൊന്നും കത്തുന്നില്ല. പൊട്ടിഘോഷിക്കപ്പെട്ട ഹൈമാസ്റ്റ് ലൈറ്റുകളിൽ പലതും കംപ്ലൈൻ്റ് ആണ്. പല സ്ഥലങ്ങളിലും ഒട്ടും കത്തുന്നില്ല. ഇതൊക്കെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള എഗ്രിമെന്റ് പഞ്ചായത്ത് ചെയ്തിട്ടാണ് DPCയുടെ ജില്ലാ പ്ലാനിംഗ് ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ടെൻഡർ വെച്ച് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസ് രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഞ്ചായത്തിന്റെ ശ്രദ്ധയും ഭരണസമിതിയുടെ ശ്രദ്ധയിലും ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലും വരേണ്ടതാണ്. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ ആചരിക്കുന്ന ക്യാമ്പയിനിന്റെ തുടക്കം കുറിച്ച് മീലാദ് വിളംബര റാലി നടത്തി. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ MICയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ സബീൽ തങ്ങൾ പന്നിത്തടം, ജില്ലാ സെക്രട്ടറി PP മുസ്തഫ മൗലവിക്ക് പതാക കൈമാറി. പാണക്കാട് സാബിക് അലി തങ്ങൾ, കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി, ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, ട്രഷറർ TS മുബാറക്, സെക്രട്ടറിമാരായ മുജീബുർ റഹ്മാൻ വാഗ, TI അബ്ദുൽ കരീം മാമ്പ്ര, KK സുലൈമാൻ താരമി കടവല്ലൂർ, ഉസ്മാൻ താരമി, അബ്ദുൽ നാസർ ഫൈസി കരൂപ്പടന എന്നിവർ നേതൃത്വം നൽകി.
അത്തം വെളിപ്പുറത്ത് നിൽക്കുമ്പോൾ പൂവിപണിയിൽ ഇനി തിരക്കേറും. മറുനാടൻ പൂക്കളുടെ കുത്തൊഴുക്കിലും നാട്ടിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത ഒരു വനിതാ കർഷകയെ പരിചയപ്പെടാം. കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴി പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകൾ സുമയ്യയാണ് ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത്. കാർത്യാനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി. വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച 500ഓളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ചയൊരുക്കുന്നു. പലരും ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസുകൾ കണ്ടിട്ടും അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു, അങ്ങനെയാണ് ഇറങ്ങിയത്. അടുത്ത വർഷം ഇത്തിരി വിപുലമായി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഈ വർഷം വിജയിച്ചു. പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. ഈ വർഷത്തെ വലപ്പാട് പഞ്ചായത്തിന്റെ ഏറ്റവും മികച്ച പച്ചക്കറി കൃഷിക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് സുമയ്യ. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂകൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ. TCV ന്യൂസ്, കയ്പമംഗലം. മഹാത്മാ സാംസ്കാരിക സമിതിയുടെ പുരസ്കാര വിതരണം തൃശൂരിൽ നടന്നു. പുരസ്കാര സമർപ്പണം പത്മശ്രീ കലാമണ്ഡലം ഗോപി നിർവഹിച്ചു. ആലങ്കോട് ലീലാകൃഷ്ണനും BK ഹരിനാരായണനും ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ KP ഉദയനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. 10,000 രൂപയും ശില്പവും പൊന്നാടയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ അധ്യക്ഷത വഹിച്ചു. ഷാജു പുതൂർ, സതീഷ് കുമാർ ചേർപ്പ്, KB പ്രമോദ് എന്നിവർ സംസാരിച്ചു. ആലങ്കോട് എന്ത് പ്രസംഗിക്കുന്നു അങ്ങനെ ഇന്ന് പറഞ്ഞൊക്കെ സമയം ഉണ്ടാവും അറിയില്ല. ഇതിൽ ആരെല്ലാം വൈശാഖ മാഷും ആലങ്കോടുമാണ് അതിഥികളായിരുന്നത്. വൈശാഖ മാഷ് പറഞ്ഞു, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും INTUC കർമ്മസേനകൾ രൂപീകരിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ തൃശൂരിൽ നിർവഹിച്ചു. തൃശൂർ നിയോജക മണ്ഡലത്തിലെ 200 കർമ്മസേന പ്രവർത്തകർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. INTUC തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി, KK ഇബ്രാഹിംകുട്ടി, ഷാജി കോടങ്കണ്ടത്ത്, A പ്രസാദ് എന്നിവർ സംസാരിച്ചു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ ഫാദർ സ്റ്റാൻ സ്വാമി അനുസ്മരണം സംഘടിപ്പിച്ചു. പെരിങ്ങാട് കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി KL അധ്യക്ഷത വഹിച്ചു. AJ ജോഷി, ജോഷി കൊമ്പൻ, ജോയ് AJ, ഷിബു EA തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള മാരാർ ക്ഷേമസഭയുടെ 39ാമത് സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. പൊതുസമ്മേളനം സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് NE ഭാസ്കര മാരാർ അധ്യക്ഷത വഹിച്ചു. പല്ലാവൂർ പുരസ്കാരം ലഭിച്ച മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ ചടങ്ങിൽ ആദരിച്ചു. മേളപ്രമാണി പരക്കാട് തങ്കപ്പൻ മാരാർ, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി R വേലായുധൻ മാരാർ, ജോയിന്റ് സെക്രട്ടറി TV കുട്ടിക്കൃഷ്ണൻ മാരാർ, ട്രഷറർ PM നാരായണൻ മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ സംഘടനകൾക്കും NSS ആയാലും SNDP ആയാലും ഭാരതായാലും നമ്പൂതിരി ആയാലും ഇത്തരം സംഘടനകൾക്ക് കൃത്യമായിട്ട് സ്ഥലവും ഒരു കെട്ടുറപ്പും ഇപ്പോഴുണ്ട് എന്നതൊരു സത്യമാണ്. അത് ഇല്ലാത്ത ഒരു സംഘടനയാണ് എൻ്റെ കാഴ്ചപ്പാട് അഖില കേരള മാരാർ ക്ഷേമസഭ. നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏകദിന ശില്പശാല സംസ്ഥാന പ്രസിഡന്റ് അനിത കുന്നത്ത് കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു. NMC ജില്ലാ പ്രസിഡന്റ് അണിമ രാജേഷ് അധ്യക്ഷത വഹിച്ചു. NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി, അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, അഡ്വക്കേറ്റ് എൽസ U അംബ്രയിൽ, VM നയന എന്നിവർ സംസാരിച്ചു. 3 വിഷയങ്ങളാണ് ഇന്നത്തെ. സ്ത്രീയും വീടിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു പള്ളി ഹോളാണ് മാറ്റാൻ സാധിക്കുന്നത്. സംബന്ധിച്ച് കേരളം എന്ന് പറയുന്നത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മാതൃകാ നേന്ത്രവാഴത്തോട്ടത്തിന്റെ വിളവെടുപ്പ് നടത്തി. തൃശൂർ ജില്ലാ സോയിൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. മാതൃകാ നേന്ത്രവാഴ കർഷകൻ ബാബു മങ്ങാട്, ഹൈടെക് വാഴ കർഷകൻ രാജനാരായണൻ എന്നിവരെ ആദരിച്ചു. തൃശൂർ സോയിൽ സർവേ അസിസ്റ്റന്റ് ഡയറക്ടർ NM ധന്യ, CB ദീപ, ഡോക്ടർ ഗവാസ് രാജേഷ്, മുൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ CV രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ
പ്രവർത്തന കാലത്ത് കൃഷിയെ ലാഭകരമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന പൂർണ്ണമായും മണ്ണിൽ അധ്വാനിക്കാൻ കഴിയുന്ന പ്രതിഷേധനായാലും അപ്പോയാലും ഉൾപ്പെടെ നന്നായി ആ മേഖലയിൽ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മുന്നിലിരിക്കുന്ന പല കർഷകരും ആ മേഖലയിൽ തന്നെ നന്നായി. കൊടുങ്ങല്ലൂർ കോടതിയിൽ എത്തുന്നവർ ഒരു മുക്കാലി കണ്ടിട്ടുണ്ടാകും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ചരിത്രം പേറുന്ന ഈ മുക്കാലിക്ക്. കുറ്റം ചെയ്തവരെ മുക്കാലിയിൽ കെട്ടിയിട്ട് അടിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ശേഷിപ്പാണ് ഇതെന്ന് ചരിത്രാന്വേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. രാജഭരണകാലത്തെ ശിക്ഷാ ഉപകരണം പിന്നീട് കൊടുങ്ങല്ലൂർ കോടതിയുടെ വരാന്തയിൽ ഇടം പിടിക്കുകയായിരുന്നു. പഴയ കോടതി കെട്ടിടം പൊളിച്ചു പണിതപ്പോഴും മുക്കാലി ഒഴിവാക്കപ്പെട്ടില്ല. പണ്ടുകാലത്തെ ശിക്ഷാവിധിക്കുള്ള ഉപകരണമായിരുന്നു ഇതെന്നാണ് അറിവ്. എന്തായാലും അതൊരു പഴയ കാലത്തെ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കേരള സമൂഹത്തിലുണ്ടായിരുന്ന ഒരു ശിക്ഷണ രീതിയാണ് മുക്കാലിൽ കെട്ടി അടിക്കുക എന്നത്. ഒരു പഴയകാലത്തെ കോടതിയുടെ ഒക്കെ ഒരു അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് ഈ മുക്കാലിയുടെ സാന്നിധ്യം. ദീർഘകാലത്തെ ചരിത്രമൊന്നും ആർക്കും അതിനെക്കുറിച്ച് എത്ര കാലത്താണ് അത് ആരംഭിച്ചത്, എന്നാണ് അത് കൊണ്ടിട്ടത്, ആരാണ് സ്ഥാപിച്ചത് എന്നൊരു അന്വേഷണത്തിന് കൃത്യമായ മറുപടി ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. കോടതിയിലെത്തുന്നവരിൽ പലർക്കും മുക്കാലിയുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. എങ്കിലും ജനാധിപത്യം നിലവിൽ വരും മുൻപേ ഉണ്ടായിരുന്ന നീതി നിർവഹണത്തിന്റെയും ശിക്ഷാവിധിയുടെയും അടയാളമായി ഇന്നും നിലനിൽക്കുകയാണ് അടുത്തൂൺ പറ്റിയ ഈ മുക്കാലി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മത്തിലകം വില്ലേജ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ വില്ലേജ് പ്രസിഡന്റ് ഹസീന റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിന്ദു സന്തോഷ്, ഏരിയ സെക്രട്ടറി ഷീജ ബാബു, പ്രസിഡന്റ് മിനി ഷാജി, ട്രഷറർ CK ഗിരിജ എന്നിവർ സംസാരിച്ചു. അതൊരു മുദ്രാവാക്യം കൊണ്ട് നേടിയെടുക്കാം എതിർത്തുകൊണ്ട് മാത്രം കാര്യം നടക്കുമോ? ഇല്ല. സംഘടിതമായ സ്വഭാവത്തിൽ സ്ത്രീ സമൂഹം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ പോരാട്ടം നടത്തേണ്ട സമയം അനിവാര്യമായിരിക്കുന്നതിന് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ വീട്ടിലിരുന്നത് കേട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ഹോളിനകത്തിരുന്ന് കേട്ടിട്ട് കാര്യമില്ല. ഇതിനെ പ്രതികരിക്കുവാൻ ചങ്കൂറ്റത്തോടെ, നമ്മൾ തന്റെ ഇടത്തോടെ, നമ്മൾ നെഞ്ചുറപ്പോടെ വഴിയുയർത്തി. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് 1 ലക്ഷം തൊഴിൽ എന്ന ലക്ഷ്യം മുൻനിർത്തി ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. മേള തിങ്കളാഴ്ച NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, കൌൺസിലർമാരായ അബ്ദുൾ റഷീദ്, പ്രസന്ന രണദിവെ, മുഹമ്മദ് അൻവർ, ബുഷറ ലത്തീഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മധ്യവയസ്കരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് 7 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. കുന്നംകുളം പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി. 1-ാം പ്രതിയായ കുന്നംകുളം തെക്കേ അങ്ങാടി പഴുന്നാന വീട്ടിൽ ജെറീഷിനെയാണ് ശിക്ഷിച്ചത്. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2019 ഒക്ടോബർ 1-നായിരുന്നു സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. CPM വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷി തുടങ്ങി. CPM ഏരിയ സെക്രട്ടറി PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. EV പ്രബീഷ്, TI സുരേഷ്, PV അജയ് ഘോഷ് എന്നിവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സപ്ന റഷീദ് എന്നിവർ സംസാരിച്ചു. കൃഷിക്കൂട്ടങ്ങളും കൂടി തന്നെ 27 വർഷം പിന്നെ നമ്മുടെ സർക്കാരിന്റെ കൂടി തന്നെ നമ്മളിവിടെ തെളിയിച്ചതാണ്. വാണിജ്യം. നൂറ്റാണ്ടിലേറെ കാലത്തെ ബിസിനസ് പാരമ്പര്യ പൈതൃകവുമായി സാംസ്കാരിക നഗരിയുടെ വിശ്വസ്ത സ്ഥാപനമായി മാറിയ ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ ഏറ്റവും പുതിയ മെഗാ ഷോറൂം തൃശൂർ പാടൂക്കാട് പ്രവർത്തനമാരംഭിച്ചു. പാരമ്പര്യവും പ്രൗഢിയും അടയാളപ്പെടുത്തി തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വിയൂർ സബ് ജയിലിനു സമീപം പാടൂക്കാട് പ്രവർത്തനമാരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിന്റെ 2ാമത്തെ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനം വിശിഷ്ടാതിഥികളായ തെന്നിന്ത്യയിലെ പ്രശസ്ത സംഗീത സംവിധായകനും ചിറക്കേക്കാരൻ കുടുംബാംഗവുമായ ജെയ്ക്സ് ബിജോയിയും സിനി ആർട്ടിസ്റ്റ് ദിലീപ് മേനോനും ചേർന്ന് നിർവഹിച്ചു.
ചടങ്ങിൽ ചിറക്കേക്കാരൻ ആംബിയൻസ് പ്രൊപ്പറേറ്റർ സിൻഡോ ജോയ്, മാനേജിംഗ് ഡയറക്ടർ ജോയ്സ് സിൻഡോ, ചിറക്കേക്കാരൻ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ബിസിനസ് പ്രമുഖർ, സുഹൃത്തുക്കൾ, ജീവനക്കാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ആദ്യ വിൽപ്പന ജെയ്ക്സ് ബിജോയും ദിലീപ് മേനോനും ചേർന്ന് നടത്തി. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി 3 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ചിറക്കേക്കാരൻ ആംബിയൻസിൽ ഗോദ്രേജ്, ബോസ്, ഡോർസെറ്റ്, ബെസ്വുഡ്, പ്രാഡോ, ഡെൻവുഡ്, എപ്കോ ലൈഫ് സ്മാർട്ട്, പ്രോക്സിമ, തോംസൺ മൾട്ടിവുഡ്, മെറീനോ, നാമി, ഡിമാക്, ഓംനി തുടങ്ങി പുതിയൊരു ഭവനത്തിനാവശ്യമായ ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളുടെ അതിവിപുലവും കമനീയവുമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 7022545308 9447615308. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി ആവശ്യപ്പെട്ട് KPCC. രാജി സമ്മർദ്ദത്തിന് വഴങ്ങാതെ രാഹുൽ. പാലപ്പിള്ളി കുണ്ടായിൽ വീണ്ടും പുലി ഇറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തുടർച്ചയായുള്ള പുലി ആക്രമണങ്ങളിൽ ഭീതിയിൽ പ്രദേശവാസികൾ. റാപ്പർ വേഡിനെതിരെയുള്ള കേസിൽ ഹൈക്കോടതി നാളെ വിശദമായ വാദം കേൾക്കും. വിവാഹ വാഗ്ദാനം നൽകി വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. കൊടുങ്ങല്ലൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടിയിൽ. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.